വൈകുന്നേരം അലീന ബാലചന്ദ്രനോട് പറഞ്ഞു, രോഹിത്തിനെയും കൂട്ടി പുറത്തു പോകാൻ അനുവാദം ചോദിക്കാൻ വന്ന അച്ഛാ. അത് വേണ്ട മോളെ, അവൻ അസുഖമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, പുറത്തേക്കൊക്കെ പോയാൽ അന്നത്തെ പോലെ എന്തെങ്കിലും സംശയിച്ചാലോ. അച്ഛാ, ഒരുപാട് ദൂരമൊന്നുമില്ല അച്ഛാ. എവിടെ പോവാനാ? വെറുതെ നടക്കാനാ. അവൻ വരുമോ? ഇവിടെയുള്ളവരെ ഫേസ് ചെയ്യാൻ പോലും മടിയുള്ളവനല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുപോയിക്കോളാം അച്ഛാ. ശരി, നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. ടൗണിൽ പോയപ്പോൾ വാങ്ങി വെച്ചിരുന്ന മുണ്ടും ഷർട്ടുമായി അലീന രോഹിത്തിന്റെ മുറിയിലേക്ക് ചെന്നു. ഈ ഡ്രസ്സ് നിട്ടേ, കൊള്ളാമോ നോക്കട്ടെ. അവൾ രോഹിത്തിനോട് പറയാണ്, ഇത് എന്തിനാ? ഞാനൊന്ന് കാണട്ടെ. മുണ്ട് ഷർട്ട് നിനക്ക് ഇണങ്ങുമെന്ന് അറിയണ്ടേ. എന്നിട്ട് അലീന അവളുടെ മുറിയിൽ പോയി വേഷം മാറി വന്നു. രോഹിത്ത് കസവമുണ്ടൊക്കെ എടുത്ത് ഷർട്ടൊക്കെ ധരിച്ച് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ഭംഗി നോക്കാണ്. അലീന അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ആഹാ, ഇത് കൊള്ളാലോ. കുറച്ചുകൂടെ വണ്ണം വെക്കണമായിരുന്നു. എനിക്ക് മുണ്ടോട്ട് നടക്കാൻ അത്ര പ്രാക്ടീസ് ഇല്ല. ഒരു ബെൽറ്റ് കിട്ടിക്കാൻ അറിയില്ല. അതെന്തിനാ ഇപ്പൊ അഴിച്ചു വെക്കല്ലേ? അല്ലല്ലോ, നമ്മളത് പുറത്തു പോവാ. പുറത്തോ? എവിടെ? എവിടാണെങ്കിലും എന്താ, എൻ്റെ കൂടെയല്ലേ. ചേച്ചി, ഞാനില്ല. എന്നെ ദയവ് ചെയ്ത് വിളിക്കല്ലേ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല രോഹിത്തെ. എൻ്റെ കൂടെ വന്നാൽ എന്താ? നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എന്നും ഈ വീടിനുള്ളിൽ അടച്ചിരിക്കാൻ മതിയോ? പുറത്ത് കാറ്റും വെളിച്ചമൊക്കെ ഉണ്ട്. അതൊക്കെ കാണണ്ടേ? ഞാൻ വരില്ല. എനിക്ക് ആളുകളുടെ മുഖത്ത് നോക്കാൻ വയ്യ. അലീന അവന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു. ഞാനില്ലടാ മോനെ നിന്റെ കൂടെ. പിന്നെന്താ? സ്നേഹവാത്സല്യം നിറഞ്ഞ ആ അപേക്ഷ അവനെ ദുർബലാക്കി. ചേച്ചി, ഞാൻ എങ്ങനെ? കള്ളന്മാർക്കല്ലേ ഒളിച്ചൊരിക്കേണ്ടി വരുന്നത്. നല്ല മനുഷ്യർക്ക് പകൽ വെളിച്ചത്തിലിറങ്ങി നടക്കാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ രോഹിത്തെ സമ്മതിക്കാണ്. റോഡിലിറങ്ങിയപ്പോ അവൻ പരിഭ്രമത്തോടെ ചുറ്റും നോക്കാണ്. ആരെങ്കിലും കാണുന്നുണ്ടോ? തിരിച്ചറിയുവോ? കല്ലേറും പരിഹാസവും ഒക്കെ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള പേടിയാണ് അവന്റെ മനസ്സിൽ. ആകെ ഒരു ആശ്വാസം അലീന കൂടെ ഉണ്ടെന്നുള്ളത് മാത്രമാണ്. അവളൊരു രക്ഷാകവചകമാണെന്ന് രോഹിത്തിനറിയാം. അവളെ നടത്തം വളരെ പതിയായിരുന്നു കേട്ടോ. അവളെക്കാൾ ഒരു ചൂടെ പിന്നിൽ നിൽക്കാൻ അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിയുന്നിടത്തോളം ആരുടെ മുഖത്ത് നോക്കാതെ തല താഴ്ത്തി നടക്കാണ്. അലീന ഒപ്പം നിന്ന് അവന്റെ കൈ പിടിച്ചു. നീ ആരെയാ ഭയപ്പെടുന്നേ? തല നിവർത്തി നടക്ക്. അവൾ അവന്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ചേർന്ന് നടക്കാണ്. അവൻ ആശ്വാസം തോന്നി. കടന്നു പോകുന്നവരിൽ പലരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചിലർ രോഹിത്തിനെ ചൂണ്ടിക്കാണിക്കൊണ്ട് അപർണോട് അടക്കം പറയാണ്, നീ അതൊന്ന് ശ്രദ്ധിക്കണ്ട കേട്ടോ. അലീന അവനോട് പറഞ്ഞു. കടപ്പാട്ടൂർ ക്ഷേത്രത്തിനടയ്ക്ക് മുമ്പിൽ അവർ വഴി അവസാനിച്ചു. അലീന ചെരുപ്പുകൾ അഴിച്ചു വെക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു, എന്തിനാ? ഇവിടെ വരെ വന്നതല്ലേ, തൊഴുതിട്ട് പോകാം. അലീന പറഞ്ഞു. അലീന ചേച്ചി ക്രിസ്ത്യാനിയല്ലേ? രോഹിത്ത് വിസ്മയം പൂണ്ടു. രോഹിത്ത്, അതെ, പക്ഷേ ദൈവം ക്രിസ്ത്യാനല്ലല്ലോ. അലീന മന്ദഹസിച്ചു. രോഹിത്ത് അതിശയത്തോടെ അവളെ നോക്കാണേ. ദൈവത്തിന് മതമില്ലെന്ന ബ്രിജിത്ത മമ്മി ഞങ്ങളെ പഠിപ്പിച്ചത്. ഞങ്ങൾക്കിഷ്ടമുള്ള പേരിട്ട് വിളിക്കാം, നമുക്കിഷ്ടമുള്ള മതത്തിൽ ചേർക്കാം. എന്നാലും അലീന ചേച്ചിക്ക് ഒരു ദൈവം ഉണ്ടാവുമല്ലോ. അലീന ദീർഘശ്വാസത്തോടെ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വിശന്ന് കരയുന്ന അനാഥ കുഞ്ഞാണ് എന്റെ ദൈവം. അത് രോഗിയാണ്, പക്ഷെ മരുന്നില്ല. അതിന് തണുക്കുന്നുണ്ട്, പക്ഷേ കുപ്പായില്ല. ഒറ്റയ്ക്കിരിക്കാൻ അതിന് പേടിയാണ്, പക്ഷെ അതിന് അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും ആരുമില്ല. ആ ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ വേറൊരു ദൈവത്തെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. അതിന് ജാതി മതവും ഇല്ല. പറയുന്നതിനിടയിൽ അലീനയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് കേട്ടോ. കണ്ണൊക്കെ നിറയാണ്. രോഹിത്ത് ചെരുപ്പഴിച്ചു വെക്കുന്നുണ്ട്. അലീനോടൊപ്പം അവനും ക്ഷേത്ര വളപ്പിനുള്ളിലേക്ക് നടന്നു. ശ്രീകോവിലിന് മുന്നിലെത്തിയപ്പോൾ അലീന അവന്റെ ചെവിയിലേക്ക് പറയാണ്, സമസ്ത അപരാധങ്ങൾക്കും മാപ്പ് ചോദിക്കണം. മനസ്സിലെ കളങ്കമെല്ലാം കഴുകിക്കളയണമെന്ന് പ്രാർത്ഥിക്കണം. നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ അനുഗ്രഹിക്കണേനും. അങ്ങനെ രോഹിത്ത് കണ്ണുകൾ അടച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അവനോട് ചേർന്ന് അലീന നിൽക്കുന്നുണ്ട്. തന്റെ അനുജന്റെ ഹൃദയത്തിൽ നന്മയുടെ വെളിച്ചം നടക്കണമേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. അവളോട് ചേർന്ന് അങ്ങനെ നിൽക്കെ മനസ്സിലൊരു വെളിച്ചം വ്യാപിച്ചു വരുന്നുണ്ടെന്ന് രോഹിത്തിന് തോന്നി. ആത്മധൈര്യത്തിന്റെ പ്രകാശം. തൊഴുതു മടങ്ങുമ്പോൾ അലീന രോഹിത്തിന്റെ മുഖത്തേക്ക് നോക്കാണ്. വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴുള്ള ജാളിതയും ആ സങ്കോചവും ഒന്നുമില്ല. കണ്ണുകളിലൊക്കെ നല്ല പ്രസന്നതയുണ്ട്, നല്ല എനർജറ്റിക് ആയിട്ടുണ്ട്. അവൻ അവളുടെ നേർക്ക് മന്ദഹസിക്കാണ്. അവൻ തന്നെ കൈനീട്ടി അവളുടെ കാര്യം വഹിച്ചു. നടക്കുന്നതിനിടയിൽ റോഡിൽ ആരൊക്കെ അവനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ചില കമന്റുകളും പിന്നിൽ നിന്ന് കേട്ടു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അലീന അവനോട് ചോദിച്ചു, ഞാനൊരു കാര്യം പറഞ്ഞ മടി കൂടാതെ ചെയ്യോ? സംശയിച്ചിട്ടാണെങ്കിലും അവൻ അനുകൂലമായിട്ട് ഒന്ന് തലയാട്ടിട്ടോ. നീ കാരണം എത്രയോ പേര് എന്തുമാത്രം അനാവശ്യം അനുഭവിച്ചു. അവരോടൊക്കെ സോറി പറയണ്ടേ? രോഹിത്തിന്റെ മുഖത്ത് ഒരു വല്ലായ്മ കേട്ടോ. അച്ഛൻ അനുഭവിച്ച വേദനയും അപമാനവും എത്രമാത്രമാണെന്ന് അറിയോ? അതുപോലെ ബബിതയും കൃഷ്ണമോളും മാനക്കാട് കാരണം 3 ആഴ്ചയോളം സ്കൂളിൽ പോലും പോയില്ല. ആശുപത്രിയിൽ കിടക്കുകയാണെന്ന് രോഹിത്തിന്റെ അമ്മയ്ക്കും ഒത്തിരി മനപ്രയാസം ഉണ്ടായിട്ടുണ്ട്.
നമ്മൾ കാരണം അനുഭവിച്ച വേദന മാറണമെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കാനേ വേണം. രോഹിത്തിനാണെങ്കിലോ മിണ്ടാട്ടില്ല. ഒരു കുറച്ചിലും ചമ്മലൊക്കെ തോന്നായിരിക്കും, എന്നാലും സാറില്ലടാ മോനെ. നമ്മൾ ക്ഷമ ചോദിക്കുമ്പോൾ മനസ്സിന്റെ ഭാരം പാതി കുറഞ്ഞു കിട്ടും. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കൂടി ചെയ്യുമ്പോഴോ പിന്നെ ഒട്ടും ഭാരമില്ല. നമ്മളൊരു അപ്പൂപ്പൻ താടി പോലെയാവും എന്ന് അലീന പറയാണ്. അവരാണെങ്കിൽ ആകെപ്പാടെ ഒരു ചമ്മലോ ബുദ്ധിമുട്ടോ ഒക്കെ ആയിട്ട് അവളെ നോക്കാണ്. എനിക്ക് എൻ്റെ അച്ഛനെ മുഖത്ത് നോക്കാൻ വയ്യ. എനിക്ക് അതിനുള്ള ധൈര്യമില്ല. അച്ഛൻ വഴക്ക് പറഞ്ഞ് വിചാരിച്ചിട്ടാണോ? ഒന്നുമില്ല, അച്ഛൻ സന്തോഷിക്കല്ലേ ഉള്ളൂ. രോഹിത്തിന്റെ മുഖത്താണെങ്കിലോ ആകെപ്പാടെ ഒരു വല്ലായ്മ വരികയാണ്. ആരും തന്നെ വിഷമിപ്പിക്കില്ല, ഞാൻ ഉറപ്പു തരാം. അലീന അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവൾ ബാലചന്ദ്രന്റെയും ബബിതയുടെയും കൃഷ്ണമോളെയും കൊണ്ട് കണ്ട് രോഹിത്തിനെന്താ സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. എന്താണ് കാര്യമെന്ന് മാത്രം പറഞ്ഞില്ല. ബബിതയും കൃഷ്ണയും ആകാംക്ഷയുടെ ബാലചന്ദ്രന്റെ മുറിയിൽ നിന്നു. അലീന ചെന്ന് രോഹിത്തിനെ വിളിച്ചു. ചെല്ല്, അച്ഛന്റെ റൂമിൽ ഇരിപ്പുണ്ട് 3 പേരും. എന്താ സംഭവമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. രോഹിത് ആണെങ്കിലോ സങ്കടത്തോടെ അവളെ നോക്കാണ്. ഒറ്റ വാക്ക് പോരെ മോനെ, അതുകൊണ്ട് അവരുടെ എല്ലാ സങ്കടം തീരല്ലോ. രോഹിത് പതിയെ മുറി വിട്ടിറങ്ങി. അച്ഛന്റെ മുറിയുടെ വാതിലിനരികെ അല്പം ഇങ്ങനെ ശങ്കിച്ച് നിൽക്കാണേ. പിന്നെ ധൈര്യം സംഭരിച്ച് അകത്തേക്ക് കയറി. മേശക്കരികെ നിൽക്കുകയാണ് ബാലചന്ദ്ര മേനോൻ. ബബിതയും കൃഷ്ണജിയും കിടക്കിക്കരികെ നിൽപ്പുണ്ട്. രോഹിത് അറച്ചറിച്ച് അച്ഛന്റെ മുമ്പിൽ ചെന്നു. അച്ഛന്റെ മുഖത്തേക്ക് എടുക്കും വിധം ഞാൻ പറഞ്ഞിട്ടുള്ള കഠിന പദങ്ങൾ അവൻ ഓർത്തു. അച്ഛനും അലീനയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ, താൻ മൂലം കുടുംബത്തിലുണ്ടായ ദുഷ്പേരും അപമാനവും എല്ലാം അവന്റെ മനസ്സിലിങ്ങനെ ഇരമ്പി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അച്ഛന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ അവന്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ അച്ഛനടുത്ത് ക്ഷമ ചോദിക്കാൻ വന്നതാ. അവനിങ്ങനെ വല്ലാണ്ട് ശബ്ദമൊക്കെ ഇടക്കൊണ്ട് പറയാണേ. ബാലചന്ദ്രൻ വല്ലാണ്ടായി. ഞാൻ അച്ഛനെ ഒരുപാട് വിഷമിപ്പിച്ചു. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയച്ചാ. വിങ്ങി പൊട്ടിക്കണ്ട് അവൻ അച്ഛനെ നേർക്ക് കൈകൂപ്പി. അച്ഛനോട് ക്ഷമിക്കണം, ഇനി ഒരിക്കലും. ഞാൻ അവനത് പൂർത്തിയാക്കും മുമ്പേ ബാലചന്ദ്രൻ അവനെ കെട്ടിപ്പിടിച്ചു. നിറ കണ്ണുകളോടെ അവന്റെ പുറത്ത് തലോടി. അത് കണ്ടുവന്ന കൃഷ്ണയ്ക്കും കരച്ചിലും ബൈബിലേക്കും കരച്ചിൽ വന്നിട്ടോ. കൃഷ്ണ ഷാൾ കൊണ്ട് കണ്ണു നടക്കുകയാണ്. രോഹിത്തോടെ മുമ്പിൽ വന്നു. കൃഷ്ണയുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ കണ്ണീരോടെ പറഞ്ഞു, ഞാൻ കാരണം നിങ്ങൾക്ക് ഒത്തിരി സഹിക്കേണ്ടി വന്നുവെന്ന് എനിക്കറിയാം. ഏട്ടൻ അങ്ങനൊരു തെറ്റുപറ്റിപ്പോയി. ഇനി ക്ഷമ ചോദിക്കാനല്ലേ പറ്റുള്ളൂ, സോറി എന്ന് പറയാണ്. കൃഷ്ണ അതോടെ വിരുമ്പിക്കരഞ്ഞുകൊണ്ട് അവന്റെ തോളത്തേക്ക് ഇങ്ങനെ ചാരിക്കിടക്കാണ്. അവൻ ബബിതയോട് സോറി പറഞ്ഞു. ക്ഷമിച്ചേക്കണേ മോളെ എന്ന് പറയാണ്. ബബിതയും സങ്കടം കടിച്ചമർത്തി കണ്ണുകളൊക്കെ തുളുമ്പിക്കൊണ്ട് അങ്ങനെ നിൽക്കാണ്. രോഹിത് വാതിക്കലേക്ക് തിരിച്ചു നടന്നു. അവിടെ പാതി മറിഞ്ഞ് നിൽക്കാണ് അലീന. അവളുടെ കവിളത്തും ഇങ്ങനെ കണ്ണുനീർത്തുള്ളികൾ വന്ന് നിൽക്കുന്നുണ്ട്. മുഖത്ത് ചിരിയും കരച്ചിലും ഒരുപോലെ. രോഹിത് അടുത്തെത്തിയപ്പോ അവളവനെ പതിയൊന്ന് കെട്ടിപ്പിടിക്കുകയാണ്. തന്റെ കൈപ്പടം കൊണ്ട് അവന്റെ കവിൾത്തടങ്ങൾ തുടച്ചിട്ട് നെറ്റിക്കൊരു ഉമ്മയും കൊടുക്കുന്നുണ്ട്. രോഹിത് അവന്റെ മുറിയിലേക്ക് പോവാണ്. ബാലചന്ദ്രൻ അല്ലടുത്തേക്ക് ചെന്നു. അയാളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകായിരുന്നു. അതിൽ നന്ദിയും സ്നേഹവും വാത്സല്യവും എല്ലാം ഉണ്ടായിരുന്നു. അലീനയുടെ കൈയെടുത്ത് കൂപ്പി പിടിച്ചുകൊണ്ട് ബാലചന്ദ്രനാണെങ്കിലോ അവളോട് നന്ദി പറയുന്നുണ്ട്. അച്ഛനോട് ഒന്നും പറയണ്ട, അനിയോടല്ല അച്ഛ നന്ദിയും കടപ്പാടം തോന്നേണ്ടത്. ബാലേന്ദ്രൻ അവളെ ഉറ്റുനോക്കി. അവൾ അന്യല്ലോ, ഇതേ കുടുംബത്തിലെ അംഗമല്ലേ, ചെയ്യേണ്ട കടമയല്ലേ ചെയ്തോളൂ. അതിനുമേൽ ഭംഗിവാക്കളും പ്രശംസയും ഒന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെ അലീന പറയുന്നുണ്ട്. എവിടേക്കാണ് പോകുന്നതെന്ന് രോഹിത്തിന് അറിയില്ലായിരുന്നു. അലീന പറഞ്ഞതുമില്ല. ബൈക്കിൽ രോഹിത്തിന്റെ പിന്നിലിരുന്ന് അവൾ വഴിയിലൂടെ തിരിവുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രോഹിത് വേഗം കുറിച്ചാണ് വണ്ടി ഓടിച്ചത്. കാരണം അലീനയ്ക്ക് ബൈക്കിൽ നിന്ന് പരിചയമില്ല. അവൾ ആദ്യമായിട്ടാണ് ബൈക്കിൽ യാത്ര ചെയ്യുന്നത്. വളവുകൾ തിരിയുമ്പോൾ താഴെ വീഴാതിരിക്കാൻ അവൾ അവന്റെ തോളിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. റോഡിന്റെ വീതി കുറഞ്ഞു വരുന്നത് കണ്ട് അവൾ ചോദിച്ചു, ഇത് എങ്ങോട്ടാ നമ്മളീ പോണേ? എങ്ങോട്ടായാലും എന്താ, പേടിയുണ്ടോ നിനക്ക്? ഇല്ല, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അതിലൊരു പ്രശംസയുണ്ടെന്ന് അവക്കറിയായിരുന്നു. അങ്ങനെ പറഞ്ഞത് കേൾക്കാൻ അവക്കിഷ്ടായിരുന്നു. ആ പോസ്റ്റിനടുത്ത് എടുത്തേക്ക് എന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ. രോഹിത്തിന് ഒരു ഊഹം പോലും കിട്ടുന്നില്ല എങ്ങോട്ടാണ് യാത്രയെന്ന്. വീട്ടിൽ നിന്ന് ബൈക്കില് പുറപ്പെടാൻ നേരം അവൻ ചോദിച്ചപ്പോഴും അവനൊന്നും പറഞ്ഞില്ല കേട്ടോ. എന്നാലും അവളോടൊപ്പം എവിടെയെങ്കിലും പോകാൻ അവനും ധൈര്യമുണ്ട്. അവനറിയാം ഒരാപത്ത് വന്നാല് സ്വന്തം ജീവൻ ത്യജിച്ചും അവളെ തന്നെ രക്ഷിക്കുമെന്ന്. ബൈക്കിന് മൈതാനം കടന്ന് അഴുക്കുചാലിന് മീതെ പാലം പോലത്തെ വീതിയുള്ള കോൺക്രീറ്റ് സ്ലാബിലൂടെ മറുപടം കടന്ന് അലീന ചൂണ്ടിക്കാണിച്ച വീട്ടുമുറ്റത്ത് നിന്നു. അലീന ബൈക്കിൽ നിന്നിറങ്ങി. എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് രോഹിത് സംശയത്തോടെ അലീന നോക്കി. ഇറങ്ങി വാ, അലീന പറഞ്ഞു. ബൈക്കിൽ നിന്ന് രോഹിത് ഇറങ്ങി. അവന് ഹെൽമെറ്റ് അടിക്കുമ്പോഴേക്കും അലീന ചേച്ചി എന്നൊരു നിലവിളി കേട്ടു. ഒരു പെൺകുട്ടി വീടിനുള്ളിൽ നിന്ന് ഓടി ഇറങ്ങി വരുന്നതും കണ്ടു. മുറ്റത്തേക്ക് ചാടാനിറങ്ങിയ അവൾ ഞെട്ടി എന്ന പോലെ നിന്നു. രോഹിത്തിന്റെ മുഖത്തേക്കൊന്ന് പകച്ചു നോക്കി. രോഹിത്തും അവളെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കാണ്.
ഹരിശങ്കരും കൂട്ടുകാരും ചേർന്ന് അന്തിനാട്ട് റബ്ബർ തോട്ടത്തിൽ വെച്ച് ആ വീട്ടിൽ വെച്ച് മാനഭംഗപ്പെടുത്ത പെൺകുട്ടി ശരണ്യ. നീ എന്താ അവിടെ നിന്ന് കളഞ്ഞത്? അലീന പുഞ്ചിരിയോടെ ചോദിച്ചു. ശരണ്യ പതിയെ പിന്നോക്കം നീങ്ങി. മോളെ ശരണ്യെ, അലീന വിളിക്കാണ്. ശരണ്യ മുറിയിലേക്ക് തിരിഞ്ഞു നടന്നു. കയറുന്നത് കണ്ട് അവൾ വീണ്ടും വിളിച്ചു, ശരണ്യെ അവിടെ നിൽക്ക്. ശരണ്യ പക്ഷേ മുറിക്കുള്ളിൽ മറഞ്ഞു. അലീന രോഹിത്തിനെ നോക്കി. രക്തമയമില്ല അവന്റെ മുഖത്ത്. ഒരു ഭീതി അവനെ ഇങ്ങനെ മുഖത്താകപ്പാടെ പറന്നു കിടക്കാണ്. അവൻ ചുറ്റുപാട് നോക്കി. ചെറിയ ചെറിയ വീടുകൾ നിറഞ്ഞ കോളനി. തന്റെ സഹോദരൻ തെറ്റിദ്ധരിച്ച് അലീന ചേച്ചിയെ മർദ്ദിച്ച് അവശയാക്കുകയും മണ്ണയൊഴിച്ച് തീകൊളുത്താൻ ശ്രമിക്കുകയും ചെയ്ത ആളുകളുടെ സ്ഥലം. ശരണ്യയുടെ വീട്. അന്തം വിട്ടു നിന്ന രോഹിതിനെ കൈക്ക് പിടിച്ച് അലീന പറഞ്ഞു, വാ. അവൻ ദയനീയമായിട്ട് അവളെ നോക്കാണ്. ഞാനല്ലടാ വിളിക്കുന്നേ, വാ. അലീനോടൊപ്പം അറച്ചറച്ച് അവൻ വരാന്തയിലേക്ക് കയറി. പ്രഭാകരൻ മുംബൈയും ശ്രീലത പിന്നിലെയുമായി അടുത്ത വാതിലോട് ഇറങ്ങി വന്നു. അലീനയെ കണ്ട് അവർ പുഞ്ചിരിക്കുന്നുണ്ട്. അവളുടെ പുറകിൽ നിന്ന് രോഹിത്തിനെ അവർ കൊട്ടുനോട്ടത്തിൽ മനസ്സിലായില്ല. ശരണ്യയുടെ അച്ഛനോടുണ്ടായിരുന്നോ? വക്കീലാഫീസിൽ പോയില്ലേന്ന് അലീന പുഞ്ചിരോട് ചോദിക്കുമ്പം കൂടെയുള്ളത് ആരാ? പ്രഭാകരൻ സംശയത്തിൽ നോക്കി. പറയാം, 1 മിനിറ്റ് ഞാൻ എടുത്തോട്ടെ. അലീന രോഹിത്തിനെയും കൊണ്ട് വാതിൽ കടന്ന് അടുത്ത മുറിയിലേക്ക് പ്രവേശിച്ചു. ശരണ്യയുടെ മേശക്കരികിൽ ചുവരും ചാരി മുഖം താഴ്ത്തി നിൽക്കുന്നുണ്ടായിരുന്നു. നീ എന്താ മോളെ ഓടിക്കളഞ്ഞത്? ഇവനെ കണ്ടാണോ? ശരണ്യ മുഖമുയർത്തി യാചനയോട് ചോദിക്കാണ്. നോക്കാണ്. അലീന അവളുടെ കവിള തലോടി. നോക്ക്, ഇവന് നിന്നെപ്പോലെ തന്നെ ഒരു ഷോക്കിലാണ് നിൽക്കുന്നത്. ഈ നിമിഷം വരെയും ഞാൻ ഇവനോട് പറഞ്ഞിരുന്നില്ല നിന്റെ അടുത്തേക്കാണ് വരുന്നതെന്ന്. രോഹിത്തിന് ശരണ് മുമ്പിൽ നിൽക്കെ ആത്മനിന്ദ അധികരിച്ചു വന്നു. അവനോട് നിന്ന് രക്ഷപ്പെടാൻ മതിയെന്ന് തോന്നി. പുറത്തേക്ക് ഇറങ്ങി പോയി കളഞ്ഞാലോ എന്ന് ആലോചിക്കാണ്. ഇവൻ നിന്നെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് നീ എന്റെ അടുത്ത് സമ്മതിച്ചിട്ടുള്ളതല്ലേ? ഇവനും എന്നോട് അങ്ങനെ പറഞ്ഞു. പിന്നെ എന്തിനാ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയും അകൽച്ചയും? നിങ്ങൾ തമ്മിൽ സംസാരിക്കണം. നിന്നോട് ഇവൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നീയും ഇവന് മനസ്സിലാക്കണം. അലീന മുറിയിൽ നിന്ന് വരാന്തയിലേക്ക് പിന്തിരിഞ്ഞു. പിന്നാലെ വരാൻ ഭാവിച്ച രോഹിത്തിനോട് അവൾ പറയാണ്. അലീന പറയുന്നുണ്ട്, നീ ഇവളോട് സംസാരിക്കണം രോഹിത്തെ. നല്ല കുട്ടിയാണ് ശരണ്യ. ആരോടും ക്ഷമിക്കാനും ആരെ സ്നേഹിക്കാനും കഴിയുന്നവളാ. നീ ഇവളെ ആശ്വസിപ്പിക്കണം. ശരണ്യയ്ക്ക് കരച്ചിൽ വരുന്നുണ്ട്. അലീന വരാന്തയിലേക്ക് ഇറങ്ങി. രോഹിത് കൺമുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി. എന്ത് ചെയ്യണമെന്നാണ് മനസ്സിലായില്ല. ശരണ്യ ഇടയ്ക്കിടെ കണ്ണു തുടയ്ക്കുന്നുണ്ട്, വിതുമ്പുന്നുണ്ട്. അന്തിനാട്ടെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങൾ പെട്ടെന്ന് അവന്റെ ഓർമ്മയിലേക്ക് ഇറമ്പിക്കയറി. 3 യുവാക്കളാൽ ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടി അരുതേന്ന് കെഞ്ചി പറയുന്നുണ്ട്. അവളുടെ ഡ്രസ്സെല്ലാം വലിച്ചെറിയുമ്പോഴും അവൾ തന്റെ നേർക്ക് നോക്കിയ നോട്ടവും അവന്റെ മനോഭാവത്തിലും അവന്റെ ചിന്തയിലൊക്കെ തെളിഞ്ഞറിഞ്ഞു വരികയാണ്. അങ്ങനെ ആ രക്ഷിക്കണേ എന്ന അവളുടെ ആ ഒരു നിലവിളി നമ്മുടെ രോഹിത്തിന്റെ ചെവിയിലേക്ക് മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഹരിയും കിരണും മറ്റവനും ചേർന്ന് കിടക്കയിൽ കിടന്ന് പിടഞ്ഞു കുതിർന്ന ആ ശരീരം പിടിച്ചടക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാം കണ്ട് ഒരു നടുക്കത്തിൽ തിരിച്ചു കിടന്ന തന്റെ നേർക്ക് നോക്കി ചീറിക്കരഞ്ഞുകൊണ്ട് ആവർത്തിച്ച് അവൾ യാചിക്കുന്നുണ്ടായിരുന്നു. ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറ. രോഹിത് ആണെങ്കിലോ ശരണ മുഖത്തേക്ക് നോക്കാണ്. വരാന്തയിൽ അലീന പ്രഭാകരനോട് പറയായിരുന്നു, ശരണയുടെ അച്ഛന് ആളെ മനസ്സിലായില്ലല്ലേ, അതാണ് രോഹിത്. ശ്രീലതയുടെ മുഖത്തേക്ക് അപ്പോൾ വല്ലാത്തൊരു അമ്പരപ്പ് വന്നു. നമുക്കങ്ങോട്ട് മാറിന്ന് സംസാരിക്കാം. അലീന പോർട്ടിക്കോമുറിലേക്ക് കയറി ചെന്നു. അലീന പോർട്ടിക്കോമുറിലേക്ക് കയറി ചെന്നിട്ട് അവനെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കാണ്. പിന്നാലെ ചെന്ന് തെല്ല് സഹിഷ്ണുതയോടെ പ്രഭാകരൻ ചോദിക്കാണേ, ഈ കോളനിയിലുള്ള ആരെങ്കിലും അവനെ തിരിച്ചറിഞ്ഞാലോ? എന്നാൽ എന്താ, ആരെങ്കിലും ഉപദ്രവിക്കോ? അവർക്കറിയില്ലേ ഇവൻ കുറ്റക്കാരനല്ലെന്ന്? ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരേണ്ടിയിരുന്നില്ല. അവനോട് ഉള്ളിൽ ദേഷ്യമുണ്ടല്ലേ? അവനും ഉണ്ടായിരുന്നല്ലോ അക്കൂട്ടത്തില്. അവൻ സംസാരിക്കട്ടെ, രണ്ടുപേരെ മനസ്സ് തെളിയട്ടെ. ശരണയ്ക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയെങ്കിൽ അവർ തമ്മിൽ നല്ലൊരു കൂട്ടുണ്ടാകട്ടെ. ഇതല്ലേ അതിന് പറ്റിയ അവസരം. ഇങ്ങനെയുണ്ടാകുന്ന കൂട്ടുകെട്ടുകൾക്ക് ബലം കൂടിയിരിക്കും. അത് വളരെ കാലം നീണ്ടു നിൽക്കും എന്ന് പറയാണ്. അങ്ങനെ അലീന ഇതിന്റെ ഒരു അടുത്ത പാർട്ടാണ്. അലീന പ്രവചനം പറഞ്ഞ പോലെ തന്നെ പിൽക്കാലത്ത് സത്യമായി വന്നിട്ടുണ്ട്. ശരണ എൻട്രൻസ് എഴുതി പാസ്സാകുകയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ MBBS ചേർന്ന് പഠിക്കുകയും ചെയ്ത കാലത്ത് അലീനയുടെ അഭാവത്തിൽ രോഹിത് മാത്രമായിരുന്നു കേട്ടോ ശരണയ്ക്ക് ഒരു തണലും തുണയൊക്കെ ആയിട്ട് നിന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അവനവളെ കൈയച്ച് സഹായിക്കുകയും അവളുടെ ആവശ്യങ്ങൾ അന്വേഷണം നിർവഹിക്കുകയും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെയൊരു ഫ്യൂച്ചറും കൂടി വരാനുണ്ട്. അപ്പൊ അത് ചെറിയൊരു ഷോർട്ടായിട്ട് പറഞ്ഞതാണേ. ഞാൻ പോയി കാപ്പി എടുത്തോണ്ട് വരാം. ശ്രീലത അടുക്കളയിലേക്ക് പോയതോടെ മുറിയിൽ പ്രഭാകരനും അലീനയും മാത്രമായി. അപ്പുറത്തെ മുറിയിൽ നിന്ന് ഇടവിട്ട പതിവ് സംഭാഷണങ്ങൾ തീർത്തും അസ്പഷ്ടമായി കേൾക്കാമായിരുന്നു. അലീന ചിരിച്ചുകൊണ്ട് പ്രഭാകരനെ നോക്കി. അയാളുടെ അസ്വസ്ഥതയും കാലുഷ്യയും ക്രമേണ അലിഞ്ഞില്ലാതെയായി.
ശ്രീലത കാപ്പിയായിട്ട് വന്നു. അപ്പുറത്ത് സംഭാഷണങ്ങളിൽ നിലച്ചു. അലീനയും ശ്രീലതയും പ്രഭാകരനും മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശരണ്യ ചുവരിലേക്ക് ചാരി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. രോഹിത് ഭിത്തിക്കരികെ ബെഞ്ചിൽ തലകുമ്പിട്ടിരിക്കുന്നു. ശരണ്യയുടെ വലത് കൈവശം തന്റെ ഇരു കൈകളുടെയും വിരലുകളാൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അതിലേക്ക് നെറ്റി അമർത്തിയാണ് അവന്റെ ഇരിപ്പ്. മുറിക്കുള്ളിലേക്ക് മറ്റുള്ളവർ കടന്നു വന്നതോടെ ശരണ്യ തന്റെ കൈ പിൻവലിച്ചു. അഴയിൽ കടന്ന തോർത്തെടുത്ത് അവൾ നനഞ്ഞ കണ്ണുകളും കവളൊക്കെ തുടക്കുകയാണ്. രോഹിത് എഴുന്നേറ്റ് നിന്നു. അവന്റെ കവളത്തും കണ്ണുനീരിങ്ങനെ ഒഴുകി നിൽക്കുകയാണ്. നീ പരിചയപ്പെട്ടില്ലല്ലോ, ഇത് ശരണ്യ അച്ഛൻ, ഇത് അമ്മ, അലീന പറഞ്ഞു. ശ്രീലത അവന്റെ നേർക്ക് കാപ്പി ഗ്ലാസ് നീട്ടി. അവരുടെ മുഖത്തേക്ക് നോക്കിയതും അവൻ വിരുമ്മിപ്പോയി. ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായി, എന്നോട് ക്ഷമിക്കണം. അവനിങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ട് പറയാണേ. മനസ്സ് വെച്ചെന്നെങ്കിൽ ശരണ്യ എനിക്ക് രക്ഷിക്കാമായിരുന്നു, എനിക്ക് അവരെ എതിർക്കാമായിരുന്നു. പകരം അവിടുന്ന് ഓടിപ്പോകാനാണ് നോക്കിയത്. പക്ഷെ എന്നെ അവർ പിടിച്ച് പൂട്ടിയിടുകയും എന്റെ ഫോൺ മേടിച്ചൊക്കെ ചെയ്തു. അവന്റെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പുന്നത് കണ്ട് ശ്രീലതയ്ക്ക് സങ്കടം വന്നു. ഗോപന്റെ പ്രായമാണ് അവനെന്ന് അവർക്ക് തോന്നി. സാരയില്ല, പ്രഭാകരൻ അവനോട് പറഞ്ഞു, കാപ്പി വാങ്ങി കുടിക്ക്. രോഹിത് ശ്രീലതയുടെ കയ്യിൽ നിന്നും കട്ടൻ കാപ്പിയുടെ ഗ്ലാസ് വാങ്ങി. ഞാൻ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. ശരണ്യയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മോൾക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ അതോടെ തീർന്നു ഞങ്ങളുടെ വിഷമവും സങ്കടവും, പ്രഭാകരൻ പറഞ്ഞു. പിന്നാമ്പുറത്തേക്ക് പോയ ശരണ്യ മുഖം കഴുകി തിരിച്ചു വന്നു. അലയുടെ നേർക്ക് തെല്ലി ലജ്ജയോടെ നോക്കിയിട്ട് അവളുടെ കയ്യിലിരുന്ന കാപ്പി ഗ്ലാസ് ശരണ്യ പിടിച്ചു വാങ്ങി. ഞാൻ തരുന്നത് കുടിച്ചാൽ മതി. അവൾ വേറെ കാപ്പി ഗ്ലാസ് എടുത്ത് അലിനക്ക് നീട്ടി. അലിന പുഞ്ചിരോട് അത് വാങ്ങി. എന്നിട്ട് പ്രഭാകരനോട് ചോദിച്ചു, ഇവള് സ്കൂളിൽ പോയായിരുന്നോ? പഠിപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം? ഞാൻ പോയിരുന്നു. ഇവൾ സ്കൂളിൽ ചെല്ലാതിരിക്കുന്നതാ അവർക്കും താല്പര്യം. ആലിനയുടെ അഭിപ്രായം തന്നെയാ അവരുടേതും. വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. അറ്റൻഡൻസ് അവർക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. പഠിക്കാത്ത പോർഷൻസ് നല്ല നഷ്ടപ്പെട്ടുണ്ടോ ഇവക്ക്? കുറച്ച് ക്ലാസ് പോയി, സാരമില്ല, ടീച്ചേഴ്സ് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോ റിവിഷൻ നടക്കുകയല്ലേ, 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ സ്റ്റഡി ലീവാ. പഠിച്ചു തുടങ്ങിയവള് അതോ വെറുതെ ഇരിപ്പാണോ? അല്ല ചോദിക്കാണേ. പിന്നെ ഞാൻ 3 നേരം വയർ നിറച്ച് ഭക്ഷണം കഴിച്ച് ബാക്കി സമയം മുഴുവൻ കിടന്ന് ഉറങ്ങല്ലേ? ശരണ്യ ദേഷ്യപ്പെട്ട് പറയാണ്. പഠിക്കുന്നുണ്ട് മോളെ, ശ്രീലത അലിനോട് പറഞ്ഞു. ഇപ്പം അതേ ഉള്ളൊരു ആശ്വാസം. റിസൾട്ട് വരുമ്പം അലിന ചേച്ചി ഞെട്ടിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് പഠിത്തം. അപ്പൊ തോൽക്കാനാണ് തീരുമാനിച്ചോ? അല്ലെങ്കിൽ പിന്നെ ഇവളെങ്ങനെ എന്ന് ഞെട്ടിക്കും? അലിന ഇങ്ങനെ കുസൃതികൾ ചോദിക്കുമ്പം ശരണ്യ പറയാണ്, ഞാൻ അന്നേരം കാണിച്ചു തരാം. എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു തീർക്കണം. മറ്റുള്ളവരുടെ ദേഷ്യവിരോധം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് യാതൊരു കാര്യമില്ലാതെ വെറുതെ വല്ലയുടെയും ഭാരം ചുമക്കുകയാ. എനിക്ക് ദേഷ്യവും വെറുപ്പും ഒന്നുമില്ല, ശരണ്യ പറഞ്ഞു. അത് നിന്റെ മുഖം കണ്ടാൽ അറിയാം. അലീന സ്നേഹത്തോടെ അവളുടെ തോളത്ത് കൈയിട്ട് ചേർന്ന് നിർത്തി. രോഹിത് കാപ്പി ഗ്ലാസുമായി മെല്ലെ വരാന്തയിലേക്ക് ഇറങ്ങി പ്രഭാകരനെ മുറിവിട്ട് പോയി. അലീന ശരണ്യയോട് പറഞ്ഞു, നിന്നെപ്പോലെ തന്നെ ആയിരുന്നു അവനും. ജീവിതം തീർന്നു കരുതി നിരാശ കൊണ്ടും അപമാനം കൊണ്ടും മനസ്സിടിഞ്ഞ് ഇനി മരിച്ചാൽ മതി എന്നും വിചാരിച്ച് കഴിഞ്ഞുകൂടായിരുന്നു. അവനെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ഞാൻ കുറെ ബുദ്ധിമുട്ടി. ആളുകളുടെ മുഖത്ത് നോക്കാനും സംസാരിക്കാനും ഒക്കെ മടിയായിരുന്നു. ഇപ്പോഴും വീണ്ടും പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ കൂടെ വേണം. കോളേജിൽ പോകാനുള്ള ധൈര്യമൊന്നും ഇതുവരെ ആയിട്ടില്ല. എന്നോട് പറഞ്ഞു ചേച്ചി. എൻ്റെ അടുത്ത് കരഞ്ഞു. ആത്മഹത്യ ചെയ്യാൻ പോലും ആലോചിച്ചാണെന്ന് പറഞ്ഞു. അലിന ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ജീവനോടെ കാണില്ലായിരുന്നെന്ന് പോലും പറഞ്ഞു. സോറി പറഞ്ഞു അവൻ നിന്നോട്. ശരണ്യ തലയാട്ടി. നന്നായി, അന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ അവരെ തടയാമായിരുന്നല്ലോ എന്ന് ഓർത്തിട്ടാ ഇപ്പൊ കുറ്റബോധം. അതവനെ ബോധ്യപ്പെടുത്താനും കൂടി വേണ്ടിയാ അവരോട് പോലും പറയാതെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നത്. ചില വിഷമങ്ങളൊക്കെ അനുഭവിച്ചാലേ അങ്ങനെ ഉണ്ടെന്നുള്ള ബോധ്യം വരുള്ളൂ. ചേച്ചിയുടെ കാപ്പി ശരണ്യ ഓർമ്മിപ്പിക്കാണ്. അത് കുടിച്ചു ചേർത്തിട്ട് അവൾ ഗ്ലാസ് ശ്രീലതയെ ഏൽപ്പിച്ചു. ഇനി ഞങ്ങൾ പൊയ്ക്കോട്ടെ, ഇങ്ങോട്ടാണെന്ന് വീട്ടിൽ പോലും പറയാതെ വന്നതാ. മുറിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് അലീന ഹാൻഡ് ബാഗിൽ നിന്നും കുറച്ച് രൂപയെടുത്ത് അവളുടെ കൈവെള്ളയിൽ കൊടുത്തു. ഇതെന്താ ചേച്ചി, ഇതെന്തിനാ? ശരണ്യ അന്തം വിട്ടു. നിന്റെ കൈ ഇരുന്നോട്ടെ. ശരണ്യ മുഖം വാടിപ്പോയി. അവൾ മുറി പോറ്റ പോലെ അലീന നോക്കി. കൈക്കൂലിയാണോ? എനിക്കിത് വേണ്ട. കൈക്കൂലിയോ? അടിമേടിക്കുന്നീ, ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസയാ, അലീന പറഞ്ഞു. ചേച്ചി വേണ്ട, എനിക്ക് അച്ഛനമ്മയുണ്ടല്ലോ. പൈസ ആവശ്യമെന്നാ ഞാൻ അവരോട് ചോദിക്കാലോ. ചേച്ചി ആരോട് ചോദിക്കും? നീ വിചാരിക്കുന്ന അത്രയും അനാഥയൊന്നുമല്ല ഞാൻ. അച്ഛനും അമ്മയും ആങ്ങളമാരും അനുജത്തിമാരും ഒക്കെ എനിക്കുണ്ട്. അല്ലെങ്കിൽ തന്നെ പണത്തിന് അത്യാവശ്യം വന്നാ നിന്റെ അടുത്തൊന്ന് ഇത്തിരി പൈസ കടന്ന് സഹായിക്കോ മോളെ എന്ന് ചോദിക്കാൻ എനിക്ക് കുറച്ചിലൊന്നുമില്ല. അലിന ആ രൂപ അവളെ കൊണ്ട് വാങ്ങിപ്പിച്ചു. ചേച്ചി തന്നെ കുറച്ച് രൂപ നിന്റെ കയ്യിലിരുന്നോട്ടെ. നിനക്കൊരു ഗൈഡ് വാങ്ങാനാ, പേനയോ പുസ്തകങ്ങളോ വാങ്ങാനാ. അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട. ആവശ്യമുണ്ടെങ്കിലല്ലേ ചെലവാക്കണ്ട. എന്നാലും അത് കയ്യിലുള്ളത് നിനക്കൊരു ധൈര്യം വരും. ഇത് ഞാൻ എൻ്റെ അനുജത്തിക്ക് തരുന്ന സ്നേഹ, അവളോടുള്ള വാത്സല്യ. അമ്മ
അങ്കിൾമാർ 3 പേരും കൂടിയിട്ട് അലിന്റെ അക്കൗണ്ടിലേക്ക് 30 ലക്ഷം രൂപ ഇട്ടിരുന്നല്ലോ. അതിൽ നിന്നും ഒരു 1 ലക്ഷം രൂപയാണ് കേട്ടോ അലീന കൊണ്ടു കൊടുത്തത്. ഷർണ നിറമിഴകളോട് നിൽക്കാണ്. പോയിക്കോട്ടെ, പിന്നെ വരാം. അവളുടെ കവളത്ത് മൃദുവായി തടവിയിട്ട് അലീന ഇറങ്ങി. ബൈക്കിൽ തിരിച്ചു പോരുമ്പോ അവൾ രോഹിത്തിനോട് പറഞ്ഞു, ഞാൻ ആദ്യം കാണാൻ വരുമ്പോ അവള് മനസ്സ് ചത്ത് ജീവിതം നശിച്ച് ആ കട്ടിലിൽ തന്നെ കിടക്കായിരുന്നു. ആരെയും കാണാതെ, ആരോടും മിണ്ടാതെ, ജീവച്ചവം പോലെ കിടക്ക അടച്ചിട്ട മുറിയില്. ഇപ്പം അവളെ കണ്ടോ എന്തുമാത്രം മിടുക്കിയാണെന്ന്. ഒരു കൈ താങ്ങിയാൽ മതി, വീണുടക്കുന്ന പലരും എഴുന്നേറ്റ് നടക്കും. അലിന പറഞ്ഞുകൊണ്ടിരിക്കാണ്. നീ അവളെ എന്നിന്റെ ഒരു അനുജത്തിയെ പോലെ കാണണം കേട്ടോ. ഞാനില്ലെങ്കിലും അവളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം. അവൾക്ക് സഹായം വേണ്ടപ്പോഴെല്ലാം എത്തിച്ചു കൊടുക്കണം. രോഹിത്ത് തലയാട്ടി. ഇനിയൊരു സ്ഥലത്തൂടെ നമുക്ക് കയറാനുണ്ട്, അലീന പറഞ്ഞു. അവൾ തന്നെ അങ്ങോട്ടേക്കുള്ള വഴിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. DVSP ഓഫീസിന് മുന്നിലെത്തിയപ്പോ അലീന പറഞ്ഞു, ഇവിടെയാണ്. രോഹിത്ത് ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചു. ഒരാളെ കണ്ടിട്ട് പോകാം. അലീന അവനെ DVSP ഓഫീസിലേക്ക് ക്ഷണിച്ചു. ഞാൻ വരണോ? അവൻ ശങ്കിച്ച് നിൽക്കാണ്. അലീന അവന്റെ കയ്യിൽ പിടിച്ചു. പോലീസ് എന്ന വാക്ക് പോലും അവനെ ഇപ്പം പേടിപ്പിക്കും. നീ എന്തിനാ ഭയപ്പെടുന്നേ? നിന്നെ ആരും ഒന്നും ചെയ്യില്ല, അലീന സമാധാനിപ്പിച്ചു. ചേച്ചിക്ക് ഇവിടെ പരിചയമുണ്ടോ? മുൻപൊരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ. നിനക്ക് വേണ്ടിയായിരുന്നു അത്, അലീന പറഞ്ഞു. അവർ ഓഫീസിലേക്ക് കയറി ചെന്നു. ഫ്രണ്ട് ഓഫീസിലെ കോൺസ്റ്റബിളിനെ സമീപിച്ച അലീന DVSP കാണാനെന്നും രാവിലെ ഫോൺ വിളിച്ച് അനുവാദം വാങ്ങിയതാണെന്നും പറഞ്ഞു. DVSP ഓഫീസ് റൂമിലേക്ക് പോയ കോൺസ്റ്റബിൾ ഉടൻ തിരിച്ചു വന്നവരോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. രോഹിത്തിനെയും കൂട്ടി അലീന ഓഫീസ് റൂമിലേക്ക് ചെന്നു. DVSP മധുസൂദനൻ ഗൗരവം സ്ഫുരിക്കുന്ന മന്ദഹാസത്തോടെ അവരെ സ്വാഗതം ചെയ്തു. രണ്ടുപേരും ഇരിക്കുക. അയാൾ കസരുടെ നേർക്ക് ആംഗ്യം കാണിക്കുന്നുണ്ട്. ഞങ്ങളിരുന്ന് സാറിന് വിലസപ്പെട്ട സമയം കളയുന്നില്ല, അലീന പറയുന്നുണ്ട്. ഹായ്, എന്തൊരു വിനയം. മുമ്പൊരു ദിവസം ഇവിടെ കയറി വന്ന് കുറ്റവാളിയെ പിടികൂടാൻ വേണ്ടി മാത്രമാണോ പോലീസ്? നിരപരാധിയെ രക്ഷിക്കാനും കൂടിയല്ലേ എന്നൊക്കെ ചോദിച്ച് എന്നെ ചട്ടം പിടിപ്പിക്കാൻ വന്ന ആളല്ലേ? ഈ വിനയൊന്നും അപ്പൊ കണ്ടില്ലല്ലോ. അലീന ചെറിയൊരു ചമ്മലോട് ചിരിച്ചു. ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു സാറിനോട്? ഇല്ലേ? സോറി സാർ, ഇതെന്റെ അനിയനാ. ഇവന് വേണ്ടിയാ ഞാനതൊക്കെ ചോദിച്ചത്. ഞാൻ അന്നേരം ഒരു നിലയിലെ കയത്തിലായിരുന്നു സാർ. ആകെ ഉണ്ടായിരുന്ന ഒരു കച്ചിത്തുരുമ്പ് സാറ് മാത്രാ. അതുകൊണ്ടാ ഞാനും അച്ഛനും കൂടി ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിൽ തന്നെ പിടിച്ചു തോങ്ങി നീ ഇവനെ രക്ഷപ്പെടുത്തിയല്ലോ. അഭിനന്ദനത്തിന്റെ ധ്വനിയുണ്ട് ആ സ്വരത്തില്. സാറേ, അതുകൊണ്ടൊന്നും അല്ല. ഇവൻ നിരപരാധിയായിരുന്നല്ലോ. നിരപരാധി എന്ന് വെച്ചാല് ഇവൻ ആ കുട്ടിയെ ഉപദ്രവിച്ചിരുന്നില്ല. ആ കുട്ടിക്ക് പറയാനുള്ള ധൈര്യം കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവളെ സത്യം തുറന്നു പറഞ്ഞു. ഇവൻ അതുകൊണ്ട് ജാമ്യം കിട്ടുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ DVSP പറയാണ്, വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടി വീട്ടിലേക്ക് നീ പോയെന്നും കോളനിക്കാർ എല്ലാവരും കൂടി നിന്നെ കൊല്ലാൻ ശ്രമിച്ചതും വീണ്ടും നീ അവിടെ പോയെന്നും ആ പെൺകുട്ടിയും വീട്ടുകാരെ സ്നേഹവും വിശ്വാസം പിടിച്ചു പറ്റിയതും എല്ലാം എന്റെ സോഴ്സ് ഉപയോഗിച്ച് നിന്റെ നീക്കങ്ങൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നീ എവിടം വരെ പോകുമെന്ന് നോക്കുമായിരുന്നു ഞാൻ എന്ന് പറയാണ്. ആ പെൺകുട്ടിയുടെ അച്ഛനെ ഒരു ദിവസം ഞാനവിടെ വിളിച്ചു നിർത്തി സംസാരിച്ചു. അപ്പോഴാ നീ അവൾ ചെലുത്തിയ സ്വാധീന വിശ്വാസവും സ്നേഹമൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. അയാളുടെ മോളെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് നീയാണെന്നും അയാളെ പറഞ്ഞു എന്ന് DVSP അലീനയോട് പറയുന്നുണ്ട്. ആ മനുഷ്യന്റെ കണ്ണം നിറഞ്ഞത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ആക്ഷൻ കമ്മിറ്റിക്കാരെയും ഫണ്ട് പിരിവുകാരെയും ഒന്നും വേണ്ടെന്ന് വെച്ചവരെ അകറ്റി നിർത്തി അയാളുടെ മകൾക്കും ആ കുടുംബത്തിനും അഭിമാനത്തോടെ ജീവിക്കാനുള്ള ധൈര്യം കൊടുത്തെന്നും ആ കുട്ടിയെ പഠിപ്പിച്ചോളാം നീ പറഞ്ഞെന്നും ഞാൻ അറിഞ്ഞു. നീ ഇതെങ്ങനെ സാധിച്ചു? എന്നെ ഒന്നും അറിയില്ലേ നിനക്ക്? എന്നൊന്നും അറിയില്ല നിനക്ക്? എനിവേ കൺഗ്രാജുലേഷൻസ് എന്ന് DVSP പറയാണ്. DVSP എഴുന്നേറ്റ് ഷേഖാനെ കൈനീട്ടി. അലീന അങ്ങ് ഞെട്ടിപ്പോവാണ്. അവൾ അറച്ചരച്ച് വലത് കൈ നീട്ടി അങ്ങനെ ഷേഖാന്റെ കൊടുക്കാണ്. നിന്നെ എവിടെ വെച്ചെങ്കിലും കണ്ട അപ്രിഷിയേറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അല്ല, നീ ആ വീട്ടിലെ ജോലിക്കാരല്ലേ? പിന്നെ നീ എങ്ങനെ അവളെ പഠിപ്പിച്ചുള്ളെന്ന് വാക്ക് കൊടുത്തത്? സാറേ, എന്റെ പൈസ മുഴുവനും ഞാൻ അനാഥാലയത്തിലേക്ക് ചെലവാക്കുന്നത്. അത് മാത്രമല്ലാതെ എന്റെ അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് കിടപ്പുണ്ട്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ അദ്ദേഹം, ഞാൻ അച്ഛനെ വിളിക്കാറ്, ബാലേന്ദ്രൻ മേനോൻ, അദ്ദേഹവും ആ കുട്ടിയെ പഠിപ്പിക്കാനായിട്ടുണ്ട്. അതല്ലേ അത്യാവശ്യം എന്ന് പറയാണ്. അങ്ങനെ രോഹിത്തിന് നേർക്ക് നോക്കിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇനിയെങ്കിലും മാന്യമര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ഈ പെണ്ണ് ജീവൻ പണയം വെച്ച് നേടുത്തുന്ന ജീവിതമാണ് നിന്റേത്. അല്ലെങ്കിൽ നീ ജയിലിൽ കിടന്ന് നരകിച്ച് തീർന്നതിനെ. ആര് ചെയ്ത പുണ്യമാണ് നിന്റെ വീട്ടിലിങ്ങനെ ജോലിക്കാർ വന്ന് കൂടിയത്? നിന്റെ അച്ഛനമ്മയൊന്നും ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. രോഹിത് അപ്പോഴും തലതാഴ്ത്തി നിൽക്കാണ്. സാർ, അവനെ വഴക്ക് പറയല്ലേ. അവനിപ്പോ നല്ല കുട്ടിയാ. തകർന്ന് കിടത്തിരുന്നത്തുനിന്ന് അവനെ വാരിയെടുത്താ ഞാൻ. ഇനി നല്ലവനായിട്ട് ജീവിച്ചളാന്ന് അവൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ ഞങ്ങൾ ഷർണേനെ വീട്ടിൽ പോയിട്ട് വരിക. അവളോട് അച്ഛനും അമ്മയോടെല്ലാം ഇവ മാപ്പ് പറഞ്ഞു. DVSP രോഹിയോട് പറയാണ്, ഇവിടെ നോക്കടാ, രക്ഷപ്പെട്ടത് നിന്റെ ഭാഗ്യം. ഇതാണ് നിന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് ഓർത്തോണം. നിനക്ക് എന്ത് പ്രോബ്ലം ഉണ്ടായാലും ഇവിടെ വന്ന് എൻ്റെ അടുത്ത് പറയാം. ഇവളെ ഓർത്ത് മാത്രം ഞാൻ നിനക്ക് അനുവദിക്കുന്ന ആനുകൂല്യം അത്, കേട്ടല്ലോ
ഇനി വല്ലതും പറയാനുണ്ടോ? DVSP ചോദിച്ചു. ഒരിക്കൽ കൂടി നന്ദിയല്ലാതെ ഒന്നും പറയാനില്ല സാർ, ഞങ്ങൾ പോയിക്കോട്ടെ. ശരി. അലീന പിന്തിരാൻ ഭാവിച്ചപ്പോ DVSPയുടെ പേര് വിളിച്ചു. അലീന, ഒരു സംശയം. നിന്നോടൊരിക്കൽ ചോദിച്ചാണ് ഞാൻ, ശരിക്കും നീ എന്റെ വീട്ടിലെ ജോലിക്കാർ തന്നെയാണോ? അലീന അപ്പോൾ ഒന്ന് ചിരിക്കുന്നുണ്ട്. അന്ന് പറഞ്ഞ മറുപടിയെ ഇന്നും പറയാനുള്ളൂ. എന്റെ അച്ഛനും അമ്മയും കൂടെപ്പറപ്പുകളാ ഈ വീട്ടിലുള്ളവര്. ഞാനൊരുക്ക് വേലക്കാരിയും. മധുസൂദനൻ പുരുകമുയർത്തി നെറ്റിലേക്ക് 3 ചുളിവുകൾ ഉണ്ടായിട്ടോ. അലീനയും രോഹിത്തും പോയി കഴിഞ്ഞപ്പോഴും അത് അങ്ങനെ തന്നെ അവശേഷിച്ചു. അങ്ങനെ രോഹിത്ത് നിറഞ്ഞ മനസ്സോടിയിട്ട് അയാളുടെ കൂടെ തിരിച്ച് അവന്റെ വീട്ടിലേക്ക് പോവാണ്. ചെന്ന് കയറിയപ്പോ ബാലനൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എവിടെ പോയതാ? അപ്പൊ അലീന പറയുന്നുണ്ട്, ഷർണയുടെ വീട്ടിലേക്ക്. ഷർണയുടെ വീട്ടിലേക്കോ? എന്ത് ഭാവിച്ച അലീന നീ ഇവനെ അങ്ങോട്ട് പോയത്? നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ, അവിടെ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിലോ? ഇവനെ വെച്ചേക്കായിരുന്നോ? എന്റെ പൊന്നച്ഛ, ഇവൻ ഒന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ കൊണ്ടുപോയത്. കാരണം ഇവൻ നിരപരാധിയാണെന്ന് എല്ലാരും മനസ്സിലാക്കിയതല്ലേ. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയാലോ. നിന്നെ തന്നെ മണ്ണൊഴിച്ച് കത്തിക്കാൻ പോയത് അവര്. അച്ഛാ, അന്നത്തെ വാശിയും ദേഷ്യമൊന്നും ഇപ്പൊ ആർക്കും ഇല്ല. എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പോ കുഴപ്പങ്ങളൊന്നുമില്ല. എന്തായാലും പോയതുകൊണ്ട് കാര്യമായി. ശർമ്മയും രോഹിത്തും മനസ്സോട്ട് സംസാരിച്ചു. രണ്ടുപേരും മാപ്പ് പറയുകയും കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അവളുടെ കൂടെ ഇനി രോഹിത് ഉണ്ടാവുമെന്ന് ഇവൻ വാക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവന്റെ പെങ്ങന്മാരുടെ കൂട്ടത്തില് അവളും കാണും എന്ന് പറയാണ്. അതുപോലെ ഞങ്ങൾ DVSP ഓഫീസിലും പോയിരുന്നു. അവിടെയും പോയി DVSP സാറിനെ കൂടെ ഇന്ന് കണ്ടിട്ടാ വന്നത്. എല്ലാം ഓക്കെ ആയി. ഇപ്പൊ ഇവന്റെ മനസ്സൊന്ന് തണുത്തു അല്ലേ രോഹി എന്ന് ചോദിക്കാണ്. അതേ എന്ന് അവൻ തലയാട്ടിട്ടോ. ചേച്ചി, ഞാനെങ്കിൽ മുറിയിലേക്ക് പോവാ, ഞാനൊന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രോഹി പോകുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ഷർണ വീട്ടിൽ പോയോ? അതേ അച്ഛാ, അവിടെ പോയി ഷർണയെ കണ്ടു. അച്ഛനോടും അമ്മയോടും ഇതാ രോഹി എന്ന് പറഞ്ഞു. ഇവനാണെങ്കിലോ അവരോട് മാപ്പി വെച്ചു, ഷർണ മാപ്പി വെച്ചു. അങ്ങനെ എല്ലാം സെറ്റായി. ഇനിയിപ്പോ രോഹിത്തിന്റെ ആ മനസ്സിലെ ദേഷ്യവും ആ ഒരു സങ്കടവും ആ ഒരു ചമ്മലും എല്ലാം പോയിക്കോളും. അവൻ ഇനി നോർമലായിട്ട് ജീവിച്ചോളും എന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പം ബാലൻ പറയാണ്, എങ്കിലും അങ്ങോട്ടേക്ക് പോയത് ഓർക്കുമ്പോ എന്റെ ചങ്കിൽ ഇപ്പോൾ ഒരു തീയ. അവനെ ആരെങ്കിലും തിരിച്ചറിഞ്ഞെന്നെങ്കിലോ? എങ്കിലും സാരമില്ല, അവന്റെ മനസ്സിലെ എല്ലാ ഭാരവും ഒഴിഞ്ഞല്ലോ, അത് മതി എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ഇതുപോലെ വരണം പോകുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലൈക്കും ഹൈപ്പും ചെയ്ത് അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.